Ta-da! Welcome back to Talks and Walks by രേവതി. എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴത്തെ നിലവിലത്തെ ദുബായിയുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായിരുന്നാലും അനാവശ്യമായിട്ട് ആരും വെളിയിൽ ഇറങ്ങി നടക്കാതിരിക്കുക. ഈ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കിനും പുറത്തിറങ്ങി നോക്കുന്ന ശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. മിസൈലുകളും ഡ്രോണുകളും ആക്രമണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണ്. ഇവിടെ യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉള്ളതായിട്ട് നമുക്ക് തോന്നിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിവിലിയൻസിനെ ആണെങ്കിലും എല്ലാവരും നോർമൽ ലൈഫ് തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില മേഖലകളിൽ മാത്രമേ ഉള്ളൂ കുറച്ച് പാനിക് എന്നുള്ള രീതിയിലോട്ട് ഉള്ളത്. അല്ലാതെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഭയങ്കരമായിട്ട് നോർമലായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യാതൊരു വിധമായിട്ടുള്ള കുഴപ്പമില്ല. ഞാനും സേഫ് ആണ്. സോ ദുബായിലുള്ള എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. നാട്ടിലുള്ളവർ അധികം പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എവറിത്തിങ് ഈസ് ഗുഡ്. ഓക്കെ, സോ വെൽക്കം ടു വൺ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടിന്റെ വിശേഷങ്ങളായാലോ. ഞാൻ ഈ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഏറെക്കുറെ 2.5-3 വർഷത്തോളം അറൗണ്ട് ആവുന്നു. അതായത് ഞാൻ ദുബായിക്ക് വന്നതിന് ശേഷം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതായത് 2023 ജനുവരിയിലാണ്. ഓക്കെ, അതെ, ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ദുബായിക്ക് ലാൻഡ് ചെയ്യുന്നത്. ആ ഒരു ടൈമിന് ശേഷം പിന്നെ എനിക്ക് ഇവ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാൻ എന്റെ ഡ്രീമിന്റെ പിറകെയുള്ള കുറച്ച് ഓട്ടത്തിലായതുകൊണ്ട് തന്നെ എന്റെ പാഷൻ ഞാൻ കുറച്ചിങ്ങനെ എന്താ പറയാ സാക്രിഫൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചു ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് 1-2 പോസ്റ്റ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവർക്ക് അറിയാം. അതിന്റെ ബേസ് ചെയ്തിട്ട് എനിക്ക് 1-2 ഷൂട്ട് റിക്വയർമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഫസ്റ്റ് വൺ ഞാനിപ്പോ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം ബാക്ക് ഞാൻ ഒരു ക്യാമിന് മുന്നിൽ നിൽക്കാൻ പോവുകയാണ്. സോ എന്തായിരിക്കും എന്റെ ഒരു ഇതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനും ഭയങ്കരമായിട്ട് ടെൻഷനിലാണ്. ചെറിയൊരു എക്സൈറ്റ്മെന്റോ കാര്യങ്ങളോ ക്യൂരിയോസിറ്റിയോ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ നെർവസ് ആണ്. ഞാൻ പണ്ടൊക്കെ ഓക്കെ, നമുക്കൊരു ഫോട്ടോഷൂട്ടിന് പോയി കഴിഞ്ഞാൽ കോസ്റ്റ്യൂമിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആക്ച്വലി ടോട്ടലി ബ്ലാങ്ക് ആണ്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഇപ്പൊ ഏത് ഡ്രസ്സ് ഇട്ടാലും എന്ത് ചെയ്താലും ഞാൻ സെൽഫായിട്ട് എടുക്കുന്ന സെൽഫ് പോർട്രേറ്റ്സിലെല്ലാം സെയിം പോസുകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ഫോട്ടോഷൂട്ട് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന് എങ്ങനെ വരും, ഇനി അവന്റെ ഔട്ട് എങ്ങനെ ആവും, അല്ലെങ്കിൽ ഈ വരുന്ന ഫോട്ടോഗ്രാഫർ ഡിസപ്പോയിന്റഡ് ആവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ ഫോട്ടോഗ്രാഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി കുറെ നാളായിട്ടുള്ള എന്റെ ഒരു ഇൻസ്റ്റാ ഫോളോവർ ആണ്. പുള്ളി കുറച്ച് നാളായിട്ട് എന്നോട് ഇങ്ങനെ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി പുള്ളി എന്നെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അതാണ് ആലോചിക്കുന്നത്, പുള്ളി എന്തിനാണ് ഇത്ര എക്സൈറ്റഡ് ആവുന്നത്. എനിക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഒക്കെ ഒരു ഇൻസ്റ്റാ പ്രൊഫൈലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമാജിന്റെ ബേസിസിലാവാം മേ ബി ആ ഒരു എന്താ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു സാധനം പുള്ളിക്ക് വന്നത്. ഓക്കെ, ബട്ട് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാം ഞാൻ ഭയങ്കര സിമ്പിൾ ആൻഡ് നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. മറ്റുള്ളവർക്ക് പുറമേ നിന്ന് കാണുമ്പോഴത്തേക്കും എന്തോ തലക്കാനുള്ള ആളായിട്ട് തോന്നുമെങ്കിലും ഞാൻ അങ്ങനെയൊന്നും അല്ല ഗൈസ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഇന്ന് നമ്മളെ കോസ്റ്റ്യൂം വന്നിട്ട് ബ്ലാക്ക് സാരിയാണ്. സോ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായി തീരുമെന്നൊന്നും അറിയില്ല. ഇന്നത്തെ ഉടനീള വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാനിങ്ങനെ പറയണോ ഗൈസ്? പിന്നെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഞാൻ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു ഗൈസ്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പോവാം അങ്ങോട്ട്. യെസ്, കമോൺ. ആദ്യം എനിക്ക് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. അതെ ഗൈസ്, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ആ ഷൂട്ട് അങ്ങ് ഫ്ലോപ്പായി. കാരണം പുള്ളി എനിക്ക് ഇന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഫ്രണ്ട്സുമായിട്ടൊരു ഗെറ്റ് ടുഗദറിലായിരുന്നു. അപ്പോൾ അവർ വീക്കെൻഡ്സിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ ഒത്തുകൂടുന്ന ടീംസാണ്. ബോയ്സ് നോർമലി അങ്ങനെയാണല്ലോ. ഒരു വീക്കെൻഡ്സ് വന്നു കഴിഞ്ഞാൽ വർക്ക് പ്രഷറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് റൂമിൽ തന്നെ അവർ ഫ്രണ്ട്സായിട്ട് കൂടുമല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ റംസാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് അങ്ങനെ അധികം ആരും പോകാറില്ല. റൂമിൽ തന്നെയാണ് കൂടുതലും ഒത്തുകൂടൽസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒത്തുകൂടലിന്റെ ഭാഗമായിട്ട് അവർ 1-2 കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുപ്പിയൊക്കെ അടിച്ച് പുള്ളി അങ്ങ് പൂസായിപ്പോയി. എന്നോട് 8 മണിക്ക് എന്നെ പിക്ക് ചെയ്യാൻ വരും, റെഡിയായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയെന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ റെഡി ആയിരുന്നിട്ട് പുള്ളിക്കാരനെ കിടന്നിട്ട് വിളിക്കുവാന്ന്. പുള്ളി എടുക്കുന്നില്ല കോള്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു, വാട്സാപ്പിൽ കോൾ ചെയ്തു, നോർമൽ കോൾ ചെയ്തു, ഒരു രക്ഷയില്ല. ഞാൻ നോർമൽ കോൾ ഒരു 7 കോൾ ചെയ്തു, വാട്സാപ്പിൽ ഒരു 7 കോൾ ചെയ്തു. ടോട്ടൽ 14 കോൾസ്. എണ്ണമൊക്കെ തെറ്റുവാന്നല്ലോ, കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇതിങ്ങനെയൊന്നും അല്ലടാ. അപ്പം പറഞ്ഞു വന്നത്, ഇത്രയും കോളൊക്കെ ചെയ്തിട്ടും പുള്ളി എടുക്കാണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ആള് പറ്റാന്ന് ഉറങ്ങി എന്നുള്ളത്. ഈ ഇറാൻ വിട്ട മിസൈലിനെ UAE തകർത്തതുപോലെ ആയിപ്പോയി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നടന്നത്. വെറുതെ ഇരുന്ന് എൻ്റെ നേരെ
ഷൂട്ടിൻ്റെ ആരോപണവുമായിട്ട് വന്നിട്ട് ഞാനതിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അതിനെ ഡ്രോൺ വിട്ട് തകർത്ത പോലെ ആയിപ്പോയി. ആ മിസൈൽ ഞാൻ എൻ്റെ കാത്തിരിപ്പെന്ന മിസൈലിനെ ഡ്രോൺ വിട്ടങ്ങ് തകർത്ത് കളഞ്ഞ പോലെ ആയിപ്പോയി. ആ ഒരു ഡിഫൻസ് സിസ്റ്റം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു ക്രിയേറ്റിവിറ്റി. മനസ്സിലായല്ലേ? ക്രിയേറ്റിവിറ്റി ഞാനൊരു കഴിവേറിയാവുകയാണോ ഗൈസ്? എനിക്കറിയാൻ വയ്യ. കഴിവേറിത്തരം കൂടുന്നുണ്ടെങ്കിൽ അതിപ്പോഴേ പറയണം, ഞാൻ കുറയ്ക്കാം. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എൻ്റെ മിസൈലിനെ ഡ്രോൺ വിട്ട് തകർത്തു. എനിക്ക് വിഷമമൊന്നുമില്ല, ചെറിയ സങ്കടം. നമ്മളെയൊന്നും ആർക്കും വേണ്ടാലോ. ശരിയെന്നാ ഞാൻ പോണേണ്. അങ്ങനെ എൻ്റെ ആ സ്വപ്നം പൂവണിഞ്ഞില്ല ഗൈസ്. ഒരുപാട് നാളിന് ശേഷം ഞാനിങ്ങനെ കാത്തിരുന്നൊരു നിമിഷമായിരുന്നു. ഓക്കെ, ലൈക്ക് നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞാൻ കബളിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്, പറ്റിക്കപ്പെട്ടിരിക്കുന്നു. എനിവേ, ഇനി അടുത്ത എന്തെങ്കിലും ബ്ലൂപ്പേഴ്സ് എൻ്റെ ലൈഫിൽ ഇതുപോലെ സംഭവിക്കുമ്പോൾ ഞാൻ വരുന്നതായിരിക്കും. ശരിയെന്നാൽ അപ്പം എൻ്റെ ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. കഴിഞ്ഞു. ടാറ്റാ, ബൈ ബൈ, ഖുദാഫിസ്.